നമുക്ക് വ്യത്യാസമൊന്നും നമ്മൾ അറിയുന്നത് എപ്പോഴാണെന്നറിയോ? നമുക്ക് വ്യത്യാസമെന്ന് നമ്മൾ അറിയുന്നത് ഇന്നത്തെ പാട്ട് ഏറ്റവും നന്നായിട്ട് പോകുമ്പോഴല്ല മോനെ. ഇന്ന് പാസ്റ്റർ നല്ല 2 കഥ പറഞ്ഞപ്പോഴല്ല. ഇന്നത്തെ മീറ്റിംഗ് നന്നായിട്ട് പോയെന്നറിയുന്നത് നിന്റെ ഉള്ളിൽ വചനം തുളച്ചിറങ്ങുമ്പോഴാണ്. അതെ കർത്താവേ, ഞാനൊരു പാപി, എന്റെ മുഖം മൂടി നീ വലിച്ചു കയറണേ. എന്റെ ചോദ്യം, കുഞ്ഞുങ്ങളെ, നിങ്ങൾ എല്ലാവരും ബൈബിൾ സ്കൂൾ എവിടെ പഠിക്കാം? നിന്റെ വചനം പറയുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ പാപം വിട്ടോടാനുള്ള ടെൻഡൻസി അവനുണ്ടാവണം. പാപത്തിൽ രസിക്കുന്നവനെ ഇരുത്തി സുഖിപ്പിച്ചു വിടാനുള്ളതല്ല ഈ ദൈവത്തിന്റെ വചനം. അവിടെ ആളുണ്ട് കേട്ടോ. മലയിൽ നിന്ന് താഴെ മോശയോട് കർത്താവ് പറഞ്ഞ വചനം എന്താണെന്നറിയോ? ഒത്തിരി ആൾക്കാരുണ്ട് അവിടെ, പക്ഷെ അവരെല്ലാം എന്തോതിന്റെ കൂട്ടാന്നറിയോ? പരാജയപ്പെട്ടവരുടെ കൂട്ടം. അവർ നമ്മൾ ആളുള്ളിടത്ത് മൊത്തം കൃപയാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. തെറ്റിപ്പോയി കേട്ടോ. നാളെ ഇവിടെ ആളുണ്ടാവട്ടെ, എങ്കിലും ഞാൻ പറയുന്നത് അത് കൃപയുടെ ലക്ഷണമല്ല. കൃപയുടെ ലക്ഷണം എന്താണെന്നറിയാവോ? കഷ്ടം അനുഭവിച്ച് തികഞ്ഞ് ക്രിസ്തുവിനെ പോലായിത്തീർന്നു. എന്റെ ചോദ്യം, ഈ സാക്കേത് PMG ചർച്ചിനകത്തിൽ ഒരാളെങ്കിലും യേശുവിന്റെ ശിഷ്യത്വത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ടോ? തിരുമേശയിലേക്ക് ഞങ്ങൾ പോകുമ്പോൾ പറ, അപ്പാ, എന്റെ ജീവിതത്തിന്റെ പ്രധാന ലക്ഷ്യം ഒന്നേ ഉള്ളൂ, വല്ല വിധേനയും എനിക്ക് മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഒരു പുനരുത്ഥാനത്തിന് വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഇതായിരിക്കണം. ഇതൊക്കെ വെച്ച് വേണം പോയിരുന്നു പ്രാർത്ഥിക്കാൻ. ആവശ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണ്ടേ? പ്രാർത്ഥിക്കണം. കുഞ്ഞെ, നീ പ്രാർത്ഥിക്കാതെ നിന്റെ കുഞ്ഞിന് വേണ്ടി, നിന്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്ന പോലെ ആർക്കും പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്നാൽ ഗൗരവമായ വിഷയം, ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ യേശു ജീവിച്ചതിന് തത്തുല്യമായ ഒരു ജീവൻ ജീവിക്കുക എന്നുള്ളതാണ്.